സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുകൾക്ക് തുടക്കമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ നടത്തുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി നാടിന്റെ ഭാവി വികസന പരിപാടികൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതാണ് വികസന സദസ്സെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് തുടങ്ങി ഒക്ടോബർ 20 വരെയാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തല വികസന സദസ്സുകൾ നടക്കുക. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളിൽ നേടാൻ കഴിഞ്ഞ വികസനങ്ങൾ ചർച്ച ചെയ്യും. കൂടാതെ പൊതുജനാഭിപ്രായവും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ഭാവി വികസന സാധ്യതകൾ ആലോചിക്കുകയും ചെയ്യും. കൂടാതെ വികസന സദസ്സ് വഴി സംസ്ഥാന സർക്കാരിന്റെ മുന്നേറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇന്നു മുതൽ ഒരു മാസം നീണ്ടു നിൽക്കും വിധമാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള സദസ്സുകളും അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകളും നടക്കാനിരിക്കുന്നത്. തീർച്ചയായും നാടിൻ്റെ ഭാവി വികസനത്തിന് ശക്തമായ അടിത്തറ പാകാൻ ഇതിലൂടെ കഴിയുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് ഭാവി വികസന സാധ്യതകൾ, അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും ഒട്ടേറെ അഭിപ്രായങ്ങൾ നാട്ടിലുണ്ടാകും. ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുക, അവയുമായി ബന്ധപ്പെട്ട് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഉൾപ്പെടുത്താൻ പറ്റുന്നവ ഉൾപ്പെടുത്തുക, അങ്ങനെ ജനങ്ങളെ കൂടി കേട്ടുകൊണ്ട് നാടിൻ്റെ ഭാവി വികസനം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ കഴിയുക. ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് വികസന സദസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്തുകളിൽ 350 പേരും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളുമായി ഏകദേശം 1000-ഓളം പേരും പങ്കാളികളാകുമെന്നാണ് പ്രതീക്ഷ. ഇക്കൂട്ടത്തിൽ ജനപ്രതിനിധികളും വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ഉണ്ടാകും. അതാത് തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സദസ്സിൽ പ്രകാശിപ്പിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യമുക്ത നവകേരളം തുടങ്ങിയവയുടെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും സെക്രട്ടറിമാർ അവതരിപ്പിക്കും. ഒപ്പം ലൈഫ് മിഷൻ പദ്ധതികൾ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയിൽ പങ്കാളികളായവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും സദസ്സിൽ ആദരിക്കും. പൊതുജനാഭിപ്രായം സ്വീകരിക്കാൻ ഓപ്പൺ ഫോറവും ഒരുക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.